പേരാമ്പ്ര MLA ഫാത്തിമ തഹ്ലിയ ഒരു നിലവിളക്ക് കൊളുത്തി. ഈ നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. സമസ്ത ഉൾപ്പെടെ അവരെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഫാത്തിമ തഹ്ലിയ പക്ഷെ ഒന്നും സംസാരിച്ചതായിട്ട്, അതിന് മറുപടി കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വന്നതായിട്ടൊന്നും കാണുന്നില്ല. എന്തിനാണ് ഒരു നിലവിളക്ക് കൊളുത്തിയതിന് ഇത്തരത്തിൽ ഒരു സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഇത്ര അസഹിഷ്ണുത എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്? സമസ്തയുടെ ഭാഗത്തുള്ള അസഹിഷ്ണുതയ്ക്ക് കാരണമുണ്ട്. കാരണം അവർ ജീവിച്ചു പോകുന്നത് ഈ മതം നിലനിന്നാലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് തഹ്ലിയോടൊക്കെ പറയാനുള്ളത്, ഇനി ആരെങ്കിലും വന്ന് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഒന്നും ഇതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ ചെന്നപ്പോൾ തഹ്ലിയക്ക് അവിടെ ഒരു വിളക്കാണ് കൊടുത്തത്. അപ്പോൾ തഹ്ലിയക്ക് ഇനി ചെയ്യേണ്ടത് ആദ്യം തന്നെ ഉദ്ഘാടനത്തിന് വന്നവരോട് ചോദിക്കുക, പ്ലീസ് എന്താണ് അവിടെ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ വിളക്ക് കത്തിക്കണമെന്ന്, വിളക്ക് കത്തിക്കില്ല, വേണമെങ്കിൽ ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കാന്ന് പറയും, അല്ലെങ്കിൽ സ്വിച്ച് ഇട്ടാൽ കത്തുന്ന ലൈറ്റ് കത്തിക്കാന്ന് പറയും. അതാണ് അതിൻ്റെ കാര്യം. അല്ല, ചെറിയ ബോംബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ യഥാർത്ഥ ബോംബല്ല, നമ്മുടെ പൂക്കുറ്റിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും പൂക്കുറ്റിയോ മത്താപ്പോ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ബോംബൊക്കെ ഇട്ട് അത് പൊട്ടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഘോഷിക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് അവിടെ വെച്ച് തീർന്നു. കാരണം വെച്ചാൽ ഇപ്പം എന്നെ വന്ന് പ്രജിതൊന്ന് ഉദ്ഘാടനത്തിൽ ക്ഷണിക്കുന്നു, അപ്പം ഞാൻ പറഞ്ഞാൽ മതി, വിളക്ക് ഞാൻ എന്ത് ചെയ്യൂല, കത്തിക്കൂല, ഞാൻ വേണമെങ്കിൽ സ്വിച്ചിട്ട് ബൾബ് കത്തിക്കാം, അല്ലെങ്കിൽ ബൾബ് ഇട്ടാൽ സ്വിച്ച് കത്തിക്കാം എന്നൊക്കെ പറഞ്ഞാൽ മതി, അപ്പം പ്രശ്നമില്ല. അപ്പോൾ അല്ലാതെ ഈ അഭ്യാസത്തിന് വേണ്ടി നിൽക്കരുത്. ഇതെന്താന്ന് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളം മുഴുവൻ ചർച്ചയാവുകയും വലിയ തോതിലുള്ള വിഭാഗീയത ഉണ്ടാക്കുകയും ചെയ്യും. ഇതിൻ്റെ ആദ്യമായി ഇതുകൊണ്ട് സംഭവിക്കണമെന്ന് വെച്ചാൽ സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്ന് വെച്ചാൽ ഈ നിലവിളക്കെടുത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പണ്ട് ചന്തുവും ആരോമലും തമ്മിൽ എന്താണ് മറ്റേ കുത്തി ഇതുപോലെ യഥാർത്ഥത്തിൽ ഈ നിലവിളക്ക് കൊണ്ട് മുസ്ലിം ലീഗിനെ കുത്തുകയാണ് ചെയ്യുക. കാരണം മുസ്ലിം ലീഗിന് ഇതിന് രണ്ടിൽ ഏത് വർഷത്തും നിൽക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം ഈ സമസ്ത എന്ന് പറയുന്നത് പാലക്കാട് തങ്ങളൊക്കെ തന്നെ 1979 മുതൽ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന സംഘടനയാണ്. ഇവർ വാതുറക്കില്ല ഇതിനെതിരെ. കാരണം എന്ന് വെച്ചാൽ ഇത് വാതുറന്നാൽ രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അവരെ ഇലക്ഷനിൽ നിൽക്കുന്ന പാർട്ടിയാണ്. അവർക്ക് ഹിന്ദുവിൻ്റെ വോട്ട് വേണം, മുസ്ലിങ്ങളുടെ വോട്ട് വേണം, ക്രിസ്ത്യൻസിൻ്റെ വോട്ട് വേണം, എല്ലാവരുടെ വോട്ട് വേണം. അല്ലാതെ അവർക്ക് ഈ രാജ്യം കൂടാൻ പറ്റില്ല. സമസ്തയെ സംബന്ധിച്ച് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം എന്താണെന്നറിയോ? സമസ്ത പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് മതാചാരപ്രകാരമുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാനായിട്ടുള്ള സമ്മർദ്ദം ഇവരിലുണ്ടാകുന്നു എന്നാണ്. ആരിലെ? മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർക്കിടയിൽ. സമസ്തയെ സംബന്ധിച്ച് എന്താണ്? സമസ്തക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ മതം നിലനിൽക്കണം, മതത്തിലെ ആചാരങ്ങളും എല്ലാം നിലനിൽക്കണം. കാരണം എങ്കിലാണ് മുഷാവറ അംഗങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. മുഷാവറ എന്ന് പറഞ്ഞാൽ പണ്ഡിത സഭയാണ്. സത്യത്തിൽ പണ്ഡിതർ എന്നൊക്കെ വിളിക്കാമോ നമുക്കറിയില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുഴുവൻ ഇതാണ്. ഇനി ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. SLCക്ക് ഫസ്റ്റ് റാങ്ക് നല്ല മാർക്ക് മേടിച്ച പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന പരിപാടി. സത്യം പറഞ്ഞാൽ അത് കേസെടുക്കേണ്ടതാണ്. കാരണം ആ പെൺകുട്ടിയെ അപമാനിച്ചു വിടുകയാണ് ചെയ്ത്. കാരണം പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ ചോദിക്കണേ, നിങ്ങൾ പെൺകുട്ടികളെ ആരാ വിളിക്കാൻ പറഞ്ഞത്? ഇതുപോലെ ഒരു മുഷാവറം കൂടി AT അബ്ദുള്ള മുസ്ലിയാരാണ് പറഞ്ഞത്. ആരാ വിളിക്കാൻ പറഞ്ഞത് ചോദിക്കണം. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അറിയാൻ പാടില്ലേ, അച്ഛനെ വിളിക്കണമെന്ന് അറിയാൻ പാടില്ല എന്ന് ചോദിക്കണം. അവരുടെ ബാപ്പമാരെ വിളിച്ചില്ലേ അനുവദിക്കേണ്ടതെന്ന് ചോദിക്കണം. പെൺകുട്ടികൾ അവാർഡ് മേടിച്ചാൽ ബാപ്പമാരെ വിളിച്ച് അനുവദിക്കണം. അപ്പം മറ്റേ സ്റ്റേജിൽ നിന്ന് ആൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കണേ, സ്റ്റേജിൽ നിന്ന് ആൾ അപ്പം തന്നെ പറയണേ ഞാൻ വിളിച്ചിട്ടില്ലെന്ന്. ആ പെൺകുട്ടിയെ അയാളാണ് അനൗൺസ് ചെയ്ത് വിളിച്ച. എന്നിട്ട് അയാളോ അതിനേക്കാൾ വലിയ ആളാണ്, അയാളപ്പം തന്നെ അവിടെ നിന്ന് പറയണേ ഞാൻ വിളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല എൻ്റെ കൊച്ചിനോട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ പുള്ളി പ്ലേറ്റ് മാറ്റി. ഏറ്റവും വലിയ തമാശ, അന്ന് പാണക്കാട് കുടുംബത്തിലെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. ആ പുള്ളിക്കാരെ സ്റ്റേജിലേക്ക് ഉണ്ട്. പുള്ളിക്കാരൻ ഒന്നും വേണ്ടിയില്ല. പുള്ളി അപ്പം തന്നെ പതുക്കെ നൈസായിട്ട് എന്ത് ചെയ്ത് അവിടെ നിന്ന് തലം വിട്ട് കളഞ്ഞു. കാരണം എന്താ വെച്ചാൽ മുസ്ലിം ലീഗിന് ഇതിൻ്റെ ഓർത്ത് നിലപാടെടുക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ സതീശനോട് ചോദിച്ചു നോക്ക്, VD സതീശനോട് ചോദിച്ചു നോക്ക്. സതീശൻ എന്തെന്ന് വെച്ചാൽ ഒരു ബണ്ണൂർ ഉണ്ടപ്പൊരി കൂടി എടുത്ത് വായിലേക്ക് വെച്ച് കളയും. കാരണം എന്ന് വെച്ചാൽ ജന്മം ചെയ്ത 3 മണിക്കൂർ കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യുന്നത്, നമ്മൾ കഴിച്ചു കഴിയുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. കാരണം വെച്ചാൽ ഇതിൻ്റെ പുറത്ത് ഒന്നും ആർക്കും പറയാൻ പറ്റൂല, ഒരു രാഷ്ട്രീയ നേതാവിനും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് ഒന്ന് സമസ്തയുടെ വോട്ട് വേണം, രണ്ടാമത്തത് ഇപ്പുറത്തേക്ക് ആളുകളുടെ വോട്ട് വേണം. നിലവിളക്കല്ലേ ഒന്ന് കത്തിച്ചാൽ എന്താണെന്നാണ് ഇപ്പോൾ ബാക്കിയുള്ളവർ കൂടി ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ കാര്യത്തിൽ സന്തോഷിക്കുന്ന 2 വിഭാഗമുള്ളൂ ഇത്തരം പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടാകുമ്പോൾ. ആ 2 വിഭാഗം എന്താണെന്നുള്ളത് സമസ്തയ്ക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കണം. സത്യത്തിൽ ഇതുകൊണ്ട് പതുക്കെ ഇഞ്ചിഞ്ചായി മുസ്ലിം ലീഗിനെ കൊല്ലുകയാണ്. മുസ്ലിം ലീഗിൻ്റെ അടുത്ത ആൾ പോവും, ആരുടെയൊപ്പം ആൾ കൂടുമെന്നറിയോ? തീവ്ര സംഘടനകളിലൊപ്പം ആൾ കൂടും, SDPയുടെ ഒപ്പവും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇതുപോലെയുള്ള ആളുകളുടെ ഒപ്പം ആളുകൾ തൊട്ടിപ്പുറത്ത് കേൾക്കുന്ന ഹിന്ദുക്കൾ എന്ത് വിചാരിക്കും? ഒരു നിലവിളക്ക് അങ്ങോട്ട് കത്തിക്കണേ, ഇനി ഇത്രയും വാശി പിടിക്കണ, അതുകൊണ്ട് ഇത് ശരിയല്ലല്ലോ എന്ന് അവരും ചിന്തിക്കും. സത്യത്തിൽ ഈ നിലവിളക്ക് അങ്ങോട്ട് കത്തിച്ചാൽ മതി.
ഇത് ഇന്നൊന്നിലും ഉണ്ടാകുന്ന പ്രശ്നമല്ല. ഇത് PK അബ്ദുൾ റബ്ബ് എന്ന് പറഞ്ഞ മന്ത്രിയുണ്ട്, അദ്ദേഹം ഇത് കത്തിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ മതപരമായിട്ടുള്ള വിചാരങ്ങൾ ഇത് കത്തിക്കരുത് തന്നെ പറഞ്ഞേക്കണം. ഇനി ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കത്തിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറയണത് അതാണ്, ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാത്തിമ തെഹ്ലിയോടൊക്കെ പറയാനുള്ളത്, വരുമ്പോൾ തന്നെ ചോദിക്കുക എങ്ങനെയാണ് ഉദ്ഘാടനം. അപ്പൊ നീന്തൽക്കുളമാണ്, ഞാൻ കുളത്തിൽ ചാടി ഉദ്ഘാടനം പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നിലവിളക്ക് എന്ത് ചെയ്യരുത്, കാര്യമായിട്ട്. അപ്പൊ അല്ലാതെ നാളെ എന്താണ് ഉദ്ഘാടനം എന്നെങ്കിൽ നിലവിളക്കാണെങ്കിൽ സോറി നമുക്ക് പറ്റിക്കില്ല. അല്ലെങ്കിൽ ബുദ്ധിപരമായൊക്കെ നീങ്ങണം. അതെങ്ങനെയാണെന്ന് അറിയാമോ? അത് ഭയങ്കര അഭ്യാസികളുണ്ട് ഇതിനകത്ത്. അത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഗഫൂർ ഉണ്ട്, അബ്ദുൽ ഗഫൂർ. അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞ് ഇവിടെ ഇരുന്നിരുന്നു എറണാകുളത്ത്. മറ്റേ കളമശ്ശേരിയിൽ MLA ആയിരുന്നല്ലോ, മന്ത്രിയുമായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്തിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് നേരെ ഇങ്ങനെ വളരെ ഭക്തിപൂർവ്വം മേടിച്ചിട്ട് പുള്ളി എന്ന് വെച്ചാൽ തൊട്ടടുത്തേക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കും, കത്തിക്കും എന്ന് പറയും. അപ്പം ഒരാൾ കത്തിക്കുമല്ല, അടുത്ത ആൾക്ക് കൊടുക്കും എന്ന് പറയും. പഞ്ചായത്ത് പ്രസിഡന്റ് കത്തിക്കും എന്ന് പറയും, കത്തിക്കും എന്ന് പറയും. അതിനുശേഷം ഇപ്പം അത് കഴിഞ്ഞ ദിവസം ജയശങ്കറാറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം കത്തിക്കും എന്ന് പറയും. അതിനുശേഷം ഇത് എന്നോട് നേരത്തെ തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഏത് പുള്ളിയുടെ കൂടെ തന്നെയുള്ള ആൾ, കത്തിക്കും എന്ന് പറയും. അങ്ങനെ 4-5 പേര് കത്തിച്ച് കഴിയുമ്പോൾ തിരി തീരുമല്ലോ, കൂടിയത് 5 തിരി അല്ലെങ്കിൽ 7 തിരി. അത് 7 തിരി കയറുന്നവരെ പുള്ളി കേൾക്കും. അത് കഴിയുമ്പോൾ പുള്ളി വീണ്ടും അത് കയ്യിൽ മേടിക്കും. അതാണ് എൻ്റെ രസം. പുള്ളി വീണ്ടും കയ്യിൽ മേടിച്ചിട്ട് കൊടുക്കും. അപ്പൊ എന്തായി, ദൈവം വാങ്ങുകയും ചെയ്ത് പുള്ളി വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് മേടിക്കും. പുള്ളി തിരിച്ച് അതുപോലെ തന്നെ കൊടുക്കും. പുള്ളി കത്തിച്ചില്ലെന്നല്ല, അതാ പുള്ളിയുടെ വലിയ മനസ്സായിട്ട് കിടക്കൂട്ട്. കാരണം എന്താ, ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു, അപ്പൊ പുള്ളി അത് കത്തിച്ചില്ല, പകരം പുള്ളി എല്ലാവരെ കൊണ്ടും കത്തിച്ചു. മനസ്സിലായ? ഒരു സ്കൂളിലാണെങ്കിൽ പ്രിൻസിപ്പൾ എത്തിക്കും, അത് കഴിഞ്ഞ് മാത്സ് ടീച്ചർ എത്തിക്കും, അത് കഴിഞ്ഞ് ഫിസിക്സ് ടീച്ചർ എത്തിക്കും, അത് കഴിഞ്ഞ് ബയോളജി ടീച്ചർ എത്തിക്കും, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഹിന്ദി ടീച്ചർ എത്തിക്കും. പ്രശ്നം തീർന്നു. ഇനി അടുത്തുണ്ടെങ്കിൽ മലയാളം ടീച്ചർ കൂടി എത്തിക്കാം. പ്രശ്നം തീർന്നു. അപ്പൊ പ്രശ്നമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മതപരമായ റിജിഡിറ്റിക്ക് വേണ്ടി എവിടെ വാശി പിടിച്ചാലും അത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം എന്താണ്, ഇല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ ഈ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യമോ മതസംഘടനകളുടെ പോലും പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയും മത തീവ്ര നിലപാടുകാരുടെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പം ഈ പ്രശ്നമൊക്കെ സമസ്തയോട് ആരെങ്കിലും ചെന്ന് പറയണം. അവർ യഥാർത്ഥത്തിൽ ഒരു കുഴപ്പക്കാരായിട്ടുള്ള ആളുകളൊന്നും അല്ല, പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തതുകൊണ്ട് അവർ വിചാരിക്കുന്നത്, പിന്നെ അവർക്കൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വ്യവസായം എന്താണെന്നറിയാമോ? അത് മതമാണ്. IT സെക്ടറിലൊക്കെ ഇത്രയും പേർക്ക് ജോലിയുണ്ട്. മതവുമായി ബന്ധപ്പെട്ട് ജോലികൾ നോക്കിയിട്ടുണ്ടെങ്കിലല്ല, കണക്കാരും എടുക്കാത്തതുകൊണ്ടാണ്. ഒന്ന് ഇപ്പം ഈ മുഷാവറ അംഗങ്ങൾ എങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ കീഴിൽ നിരവധി മദ്രസകൾ, വലിയ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഉണ്ട്. നിരവധി കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, പള്ളികൾ, അമ്പലങ്ങൾ, മോസ്കുകൾ, ഇതിനൊക്കെ വഴി എന്തോരം വരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കണം. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ട് മാത്രം നടക്കുന്നത്. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ മതം തീർന്ന ഇവരുടെയൊക്കെ പടിയില്ലാതാവും, ആരും ഇല്ലാതായി തീരും. അതുകൊണ്ട് മതം എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി ഇവർ മാക്സിമം പരിശ്രമിക്കും. മനസ്സിലായി? ഇപ്പം ഇവിടെയുള്ള പിള്ളേർ കൂടെ സ്നേഹിച്ച് പ്രണയിച്ചൊക്കെ കല്യാണം കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു തവണ മറ്റേ ഒരു ജ്വല്ലറിയുടെ ഓണർ എന്നോട് പറഞ്ഞു, നെഞ്ചിൽ ഇടുത്തിയാണ് നമുക്ക് തോന്നണേന്ന് പറഞ്ഞു, റീലാക്കണ്ട. അപ്പം ഞാൻ ചെയ്യാൻ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അല്ല, എള്ളോളം തരി പൊന്നന്തിരിന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോഴേ പുള്ളിക്ക് നെഞ്ചുവേന എടുക്കണ്ട. പിന്നെ എള്ളോളം തരി പൊന്നന്തിരിയെ മറ്റേ നീ തന്നെ പൊന്നല്ലേ എന്ന് പറഞ്ഞ് തുളസിമാലയിട്ട് കെട്ടണം. എന്തൊരു കഷ്ടം പുള്ളി. അപ്പൊ ഞാൻ ചോദിച്ചു, നല്ല കാര്യമല്ല, നല്ല കാര്യം, പക്ഷെ നമ്മളൊക്കെ പൂട്ടിപ്പോലെ. പുള്ളിക്കറിയാം പുള്ളിൻ്റെ ഉള്ളിൽ നല്ല കാര്യം അത്. പുള്ളി തുറന്നു കൊടുത്തില്ല. പക്ഷെ പുള്ളി പറഞ്ഞാൽ ഇത് നമ്മൾ പൂട്ടിപ്പോ, നമ്മൾ പരിപാടി നടക്കുക. 40-45 കോടി രൂപ കൊടുത്ത് പരസ്യം കൊടുത്ത് 10-300 ഷോപ്പുകൾ, 125 ഷോപ്പും ഉണ്ടാക്കി വെച്ചതിന് ശേഷം എള്ളോളം തരി പൊന്നെന്തിനി, നീ തന്നെ പൊന്നെന്നൊക്കെ പറഞ്ഞിപ്പോ ആട്ടും അത് റീലും ഇവന്മാരെ കൂടെ ഒക്കെ വായിച്ചാൽ അല്ലിയോടുന്ന പുള്ളികൾ. ശരിയല്ലേ? അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇങ്ങനെ തന്നെ നിൽക്കേണ്ട ആവശ്യം ആർക്കാണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള വൻകിട ബിസിനസ്സുകാർക്കാണ്. അതൊന്നും ജനത്തിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അമ്പലങ്ങളുടെയും പള്ളികളുടെയൊക്കെ പ്രൊമോഷൻ നടത്തുന്നത് എന്തിനാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ. 12 ദിവസത്തേക്ക് വേണ്ടി മാത്രം നട തുറക്കുന്ന പള്ളിയുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ, ഏഷ്യാനെറ്റ് വിഷനിലൊക്കെ പരസ്യം വരുമല്ലോ എന്തിനാണ്? ഇപ്പം തന്നെ നടിമാരെയും അതുപോലെ ആളുകളെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ പുള്ളി പ്രൊമോഷന് വേണ്ടിയല്ലേ പണം കൊടുത്തേക്കണം. മറ്റേ നന്ദകുമാർ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൻ്റെ വലിയ രാഷ്ട്രീയക്കാരെയും ആളുകളെയൊക്കെ കൊണ്ടുവരുന്നത് എന്താ? ഇതിൻ്റെ പുറകിൽ നടക്കുന്ന വലിയ ബിസിനസ്സാണ്.
ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ക്ലച്ച് പിടിച്ചു പോയാൽ പിന്നെ വലിയ വരുമാനമാണ് എടുക്കണം. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മുടെ കർണാടകത്തിലെ വലിയ ക്ഷേത്രത്തിലെ ആളുകളെ കുഴിച്ചിട്ടു കൊന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം വന്ന ക്ഷേത്രമൊക്കെ ഇല്ലേ, കോടിക്കണക്കിനുള്ള ബിസിനസ്സാണ് അവിടെ. അപ്പം അതുകൊണ്ട് ഇത് അങ്ങനെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഇനി താങ്കൾ എഴുതി വെച്ചോളൂ, വിളക്ക് ഇപ്പം ആദ്യം നിലവിളക്ക്, ഇനി അടുത്തത് വേറെ പല പ്രശ്നങ്ങളും വരും. കാരണം എന്ന് വെച്ചാൽ ഇതിനനുസരിച്ച് ഈ മതത്തിൽ നിന്നുള്ള ഇത് വിട്ട് പോകണമെന്ന് നോക്കുമ്പോൾ അവൾ കുറച്ചുകൂടി മുറുകെ പിടിക്കും. ആ മുറുകെ പിടിക്കുമ്പോൾ ശരിക്കും മക്കൾ രണ്ടുപേർക്കും സന്തോഷമാവും. ആർക്കൊക്കെയാണെന്ന് അറിയാമോ? ഈ പറയുന്ന തീവ്ര നിലപാടുകാർക്കും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഹിന്ദുവിലെ തീവ്ര നിലപാടുകാർക്കും മുസ്ലിമിലെ തീവ്ര നിലപാടുകാർക്ക് ക്രിസ്ത്യൻ തീവ്ര നിലപാടുകാർക്കും സന്തോഷമായി. കണ്ട, അവർക്ക് ഒരു നമ്മുടെ നിലവിളക്ക് പോലും ജസ്റ്റ് ഒന്ന് കത്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അതേസമയം പാവം തെഹലിയൊക്കെ എന്ത് ചെയ്യും? ഇത് മതപരമല്ല, വിശ്വാസിയല്ലെന്നൊക്കെ നാളെ പറഞ്ഞാൽ വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ വോട്ട് ചെയ്തേക്കുന്നത്. വിശ്വാസിയല്ലെന്ന് കൂടി പറഞ്ഞാൽ തലവേദനയിൽ പോകില്ലേ? അപ്പം അതുകൊണ്ട് സമസ്തയുടെ വോട്ടും വേണം. അപ്പം ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 3ഉം 5ലും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കാലുകുത്തും. വിളക്ക് ഇപ്പുറത്തെ കൈ കൊണ്ട് കത്തിക്കുക, അപ്പുറത്തെ കൈ കൊണ്ട് കെടുത്താൽ, വേണമെങ്കിൽ വിളക്ക് കെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യുമായിരിക്കും. മമ്മൂട്ടി അത് കൃത്യമായിട്ട് പറഞ്ഞു. മമ്മൂട്ടി ഇതും പറയും. കാരണം എന്താണെന്നറിയാം, മമ്മൂട്ടിക്ക് എല്ലാവരും കയറിയാലേ സിനിമ ഹിറ്റ് ആവുള്ളൂ, അല്ലാതെ ഒരു സൈഡിൽ കയറിയിട്ട് സിനിമ ഹിറ്റ് ആവൂല. അതല്ലേ മമ്മൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല, മമ്മൂട്ടിക്ക് അറിയാം പരിപാടി പാടുന്നു. പഴയ ഹരീഷ് ഗൺസിൽ എടുത്ത പോലെ അല്ലെങ്കിൽ രണ്ട് എടുക്കേണ്ടി വരും. അങ്ങനെ 2 ക്ലൈമാക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല കേരള സമൂഹത്തിൽ. കാരണം എല്ലാവരും അറിയുമല്ലോ ഹരീഷ് ഗൺസിൽ അങ്ങനെ ആയിരുന്നല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റേ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് മോഹൻലാലിന് കിട്ടുന്നതായിട്ടും മറ്റേ തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് മറ്റേ മമ്മൂട്ടിക്ക് കിട്ടുന്നതായിട്ടും. ഞാനന്നാ ക്ലൈമാക്സ് അങ്ങനെ എടുത്തെന്ന് പറഞ്ഞപ്പോൾ മലയാളികൾ ഇത്ര ബോധമില്ലാത്തവരായത്. പണ്ട് രജനീകാന്തിന്റെ സിനിമക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പത്മയിൽ നിന്ന് രജനീകാന്തിന്റെ കയ്യിൽ നിന്ന് കത്തി തെറിച്ചു പോകുമ്പോൾ ഒരുത്തമയം തന്നെ കത്തി ഊരി ഒരൊറ്റ ഇറങ്ങി കൊടുത്ത് സ്ക്രീനിലേക്ക്. സ്ക്രീൻ കുത്തി തെറിഞ്ഞു. എൻ്റെ പിന്നെ ഷോ ഓടുന്നില്ല, കാരണം ഇത് സ്ക്രീനാണല്ല. അതായത് അവൻ വിചാരിക്കണത് രജനീകാന്ത് പിടിക്കുമെന്നാണ്. കാരണം രജനീകാന്തിൻ്റെ ഇത് കത്തി എന്നാൽ നമ്മുടെ കയ്യിലുള്ള കത്തിയിരിക്കട്ടെ പത്മയിൽ. അപ്പം അതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ അത്രയൊക്കെ ഉള്ളു. അപ്പം അതുകൊണ്ടാണിത്. അല്ലാതെ തെഹലിയെ പെട്ടുപോയി. തെഹലി അതാണ് വാതുറക്കാത്തത്. ഇനി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ചോദിക്കോ, സതീശൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? പുള്ളി മറ്റേ മുഖം കൊണ്ട് ആക്ഷൻ കാണിക്കും, അടുത്ത രസം ഇടുമെന്നല്ലാതെ പുള്ളി ഒരിക്കലും മറുപടി അറിയില്ല. കാരണം മറുപടി പറഞ്ഞാൽ പെട്ട്. ഏത് കത്തിക്കണമെന്ന് പറഞ്ഞാൽ പെട്ട്, കത്തിക്കണ്ടെന്ന് പറഞ്ഞാൽ പെട്ട്. സത്യം പറഞ്ഞാൽ വലിയൊരു ചോദ്യമാണിത്. പണ്ട് മറ്റേ എല്ലാവരും ചോദിക്കുമായിരുന്നു, ശബരിമല ഇഷ്യൂ വരുമ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു, ശബരിമല സ്ത്രീകൾ കയറണോ വേണ്ടേ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഏത് പറഞ്ഞാലും എനിക്ക് പണ്ടൊരു നമ്മുടെ നാടിങ്ങനെ അല്ലാന്ന് വിചാരിക്കണം. നമ്മൾ പണ്ടൊരു കോമഡി രംഗമാണ് എനിക്ക് ഓർമ്മ. ആ കോമഡിയിൽ പറയുന്നുണ്ട്, നീ എന്നോട് വഴക്കിട്ടുമായിട്ട് പിറ്റു അപ്പം തന്നെ ഭാര്യ തിരിച്ചു വന്നേക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഭാര്യ തിരിച്ച് എത്തിയേക്കണം. അപ്പൊ അയൽവക്കക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോണേന്ന് വഴക്കിട്ട് പോണേന്ന് പറഞ്ഞ് പോയിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ എന്ത് പറയാനാണ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാമോ, കുറെ ആളുകൾ വിളിച്ചു പറഞ്ഞു ഇതേ അവള് ശബരിമലക്ക് പോണേന്ന് പറഞ്ഞത്, അതുകൊണ്ട് ആളുകളെ കൂടി പിടിച്ചു വീട്ടിൽ കൂടെ തിരിച്ചാക്കി. അപ്പൊ പോണ വഴി തടഞ്ഞത് ആലോചിച്ചു. ലെവലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫാത്തിമ തെഹലിയ ഈ സമസ്തയൊക്കെ ഈ കഠിനമായ നിലപാടെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരൊറ്റ കാര്യമുള്ളൂ, മുസ്ലിം ലീഗിന് കൂടി ദോഷകരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ലീഗിൻ്റെ നേതാക്കന്മാരെങ്കിലും മനസ്സിലാക്കണം. മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അവർക്ക് പെട്ടെന്നൊരു എതിർത്തുള്ള നിലപാടെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഇൻറ്റേർണലി എങ്കിലും ഉള്ളിലെങ്കിലും വിളിച്ച് സംസാരിച്ച് പറയണം, ഇത്തരം കാര്യങ്ങളൊന്നും ഈ നാട്ടിൽ പ്രശ്നമാക്കല്ലേ. കാരണം ഇത് വിളക്ക് കൊളുത്തി അതിനുശേഷം അങ്ങോട്ട് മറന്നുപോയതാണ്. അപ്പോഴാണ് സമസ്ത പ്രസ്താവനയായിട്ട് വരുന്നത്, ഇത് അനിസ്ലാമികമായ ആചാരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇനി സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആചാരം ഇപ്പോഴും പറ്റതാട്ടോ. അതായത് ഇവർ ഈ സാഹചര്യത്തിന് നിർബന്ധിതരാകുന്നു എന്ന് പറയണത്, അനിസ്ലാമികമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പൊതുമണ്ഡലത്തിൽ നിന്ന് വർദ്ധിക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടാവുന്നു.